എന്തോ ഒന്ന് വന്നേ. ഓ ചേച്ചി വയ്യൊന്ന് വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയണ്. വെർച്വൽ അറസ്റ്റ് എന്നാ? മറ്റേ കാർഡിയക് അറസ്റ്റ് എന്ന് പറയും പോലെ ഉള്ള പ്രശ്നമായിരിക്കും. ഇപ്പൊ നമുക്ക് ആംബുലൻസ് വിളിക്കാം. അയ്യോ ആംബുലൻസ് ഒന്നും വിളിക്കണ്ട. എന്ത് ഇതല്ല, പിന്നെ CBI-കാരെന്നെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവരെല്ലാം സാറ്റലൈറ്റ് വഴി വീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റൂല. ശരി, അനങ്ങണ്ട. അനങ്ങാതിരുന്ന കാര്യം പറ. ഇപ്പൊ എന്തുവാണ് സംഭവം? പറയാ, എന്റെ അച്ഛനെ ഒരു ബിസിനസ് തുടങ്ങിയ കാര്യം പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അറിഞ്ഞില്ലേ, എന്റെ അടുത്ത് MBA പഠിക്കണമെന്ന് പറഞ്ഞു, അതിലെ മാനേജാക്കാന്ന് പറഞ്ഞു. നമ്മളെ പഴയ പെയിന്റ് ഒക്കെ മറ്റേ സിംഗപ്പൂരും മലേഷ്യയൊക്കെ കയറ്റി അയക്കുന്ന ഒരു സംഭവല്ലേ, അതൊക്കെ പറഞ്ഞു. ഞാൻ MBA പഠിക്കാനുള്ള ബുക്കൊക്കെ വായിക്കാനുള്ള സെറ്റപ്പാണ്. ആ പെയിന്റിന്റെ ഒപ്പം അച്ഛൻ മയക്കുമരുന്ന് കയറ്റി അയച്ചു എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചേ. അവരെന്നോട് ഒരു കസേരയിൽ ഇരുന്നോളാൻ അനങ്ങരുതെന്ന് പറഞ്ഞു. സകലതും വീക്ഷിക്കുന്നുണ്ട് സാറ്റലൈറ്റ് വഴി. അയ്യോ പണിയായല്ലോ. ഒരു കസേരയില്ല, ഒരുപാട് കസേര ഇവിടെ ഇല്ലേ? മുത്തോണ്ട മുത്തോണ്ട, എനിക്ക് പേടിയാവണു. പേടിക്കണ്ട, നമ്മൾ കൂടെ ഉണ്ടല്ലോ. എന്നിട്ട് എന്റെ പേരിലെ ലൈസൻസ്, അതിനാ അവരെന്നെ വിളിച്ചത്. ആണ് വിഷയം. അപ്പൊ കള്ളക്കടത്തുണ്ടല്ലേ? മുത്തോണ്ട അല്ല, ഒന്നും പറയണ്ട. ദ്രോഹമാണ് ചെയ്തത്. ഒരു അച്ഛൻ മകളോട് ഇങ്ങനെ ചെയ്യാനേ പാടില്ല. രാവിലെ പ്രശ്നപ്പെട്ട സംശയം പറഞ്ഞേ ഉള്ളൂ. അച്ഛന് കള്ളക്കടത്തുണ്ടെന്നോ ഹവാലുണ്ടോന്നൊക്കെ സംശയിക്കണമെന്ന്. അതിങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മളും വിചാരിച്ചില്ലേ. ഓ, അപ്പൊ ലോൺ എടുത്ത് സ്വന്തമായിട്ട് കൊള്ള സംഗീതം ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുത്തോണ്ട ചുമ്മാ ഇരി സുരഭി. അപ്പോഴേ ഒരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. എന്താ? അപ്പൊ CBI വരൂന്നുള്ളത് ഉറപ്പായി. വരുമല്ലേ? അയ്യോ, അതാര് വിളിച്ച? CBI നോക്കണ്ട. പക്ഷേ സ്വന്തം അച്ഛനാണെങ്കിലും ഞാൻ പറയാണ്, ആ ദ്രോഹി കാരണം നമ്മളെല്ലാം കൂടുന്നു. MBA പഠിക്കാത്ത നന്നായി. ചേച്ചി വിഷയുണ്ട് ചേച്ചി, നമ്മളൊക്കെ ഉണ്ട്. വിഷമിക്കണ്ട കേട്ടാ. സുഹാസിനി ചന്ദ്രഹാസന്റെ വീടല്ലേ? അതെ സാർ. റേഷൻ കാർഡ് അവരുടെ പേരിലാണല്ലേ? ഓ അതെ സാർ, അങ്ങനെ ആയിപ്പോയി. ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ പേരും വിവരങ്ങളും അറിയണം. അകത്തിരുന്ന് സംസാരിക്കാൻ സാർ. വന്ന സാർ, ഇരിക്കാൻ സാർ. ഇവിടെ ഇരിക്കാം. സുഹാസിനി ചന്ദ്രഹാസന് സിറ്റിയിൽ 3 വീടുകളുണ്ടല്ലേ? 3 വീടുകൾ ഉണ്ട് സാർ. നേരത്തെ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും വലുതായിട്ട് വിവരമില്ല. മറ്റു വിവരങ്ങളൊന്നും വലുതായിട്ട് അറിഞ്ഞൂടാ സാർ. കൃഷി എന്തെങ്കിലും നടത്തുന്നുണ്ടോ? കൃഷി ഒന്ന് ആലോചിക്കണം സാർ. ഇഞ്ചി, ഏലം, കുരുമുളക് അങ്ങനെ എന്തെങ്കിലും? ഓ അതുണ്ട്. കൃഷി എന്ന് പറയുമ്പം അതാരാ? കുരുമുളകാണ് സാർ. കുരുമുളക് അല്ല, കൃഷി കുരുമുളക്. ഇതും മരുമുളകാണ് സാർ. ഈ വീട്ടിലെല്ലാരെയും പേരും വിവരവും ആധാർ കാർഡ് നമ്പരും എല്ലാം തരാ സാർ, തരാ സാർ. നമ്മൾ വിചാരിച്ച ആള് തന്നെ കുടുങ്ങി. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും സ്വാധീനിച്ചോണ്ട് അയാളെ ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്ക്. സ്വാധീനിക്ക്. ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് വരുന്നുണ്ട്. പേടി. ഞാൻ ഉണ്ട്. ഇതാ വരുന്നു സാർ. മറ്റു കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരും. ഇവിടെ കിടപ്പ് രോഗികളുണ്ടോ? കിടപ്പ് രോഗികൾ? കിടപ്പ് രോഗികളില്ല, ഇരിപ്പ് രോഗിയുണ്ട്. ഇരിപ്പ് രോഗി? കുറെ ദിവസമായിട്ട് ഒരേ കണക്ക് ഇരിക്കുന്ന ഒരു രോഗിയുണ്ട്. വീട്ടിലെ പേരും അഡ്രസ്സും എല്ലാം എഴുതി കൊണ്ടുവരണം കേട്ടോ. പേരും അഡ്രസ്സോ? എല്ലാവരുടെയും വീട്ടിൽ താമസിക്കുന്നവരുടെ. ഞാൻ അകത്തുനിന്ന് എഴുതി കൊണ്ടുവരാം. പെട്ടെന്ന് വരണം. എന്താണോ ഇത്? ഇതിപ്പം കിട്ടിയേക്കുന്നത് വിസ്കിയാണ്. ഇനി അല്ല ബ്രാൻഡിയോ റമ്മോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം. എടോ, എനിക്കിപ്പോ വേണേ നിങ്ങൾ അകത്താക്കാം. എന്നെ അകത്താക്കുന്നത് പിന്നെ ആദ്യം ഇതിന് 2 അകത്താക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി കൈക്കൂലിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. എടോ, ഞാൻ പഞ്ചായത്തിന് സ്ഥിതി വിവര കണക്ക് ശേഖരിക്കാൻ വന്ന ഉദ്യോഗസ്ഥനാ. പഞ്ചായത്തിൽ നിന്ന് വന്നതാ? അതെ, പഞ്ചായത്തിൽ നിന്ന് വന്ന ആളാണ്. പറയണ്ട, ഒറ്റ ഇടി വായിക്കാം. നമുക്ക് ബാക്കി കണക്ക് ഞാൻ പറയാം കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.